ഇങ്ങനെ എല്ലാ നാട്ടിൽ നിന്നും, ഏത് ഗ്രാമത്തിൽ നിന്നും, ഏത് പട്ടണത്തിൽ നിന്നും അനവധിയായ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ആളുകൾ സമ്മതിച്ചു തരില്ല. അവിടെയാണ് ഇതൊക്കെ ഏറെക്കുറെ സഫീഷ്യന്റ് ആയി എന്ന് പറയാവുന്നിടത്തേക്ക് എത്തുമ്പോഴും എന്താ ഇവിടെ നടത്തിയെന്ന് ചോദിക്കുന്ന ഒരു വക്രദൃഷ്ടി മനുഷ്യരുടെ ഉള്ളിലുണ്ട്. ആ വക്രദൃഷ്ടിയാണ്, ആ വക്രീകരണമാണ് ഇപ്പൊ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വിഷം തുപ്പുന്നത്. അതിനെ കൊണ്ടു നടക്കാൻ ഇഷ്ടം പോലെ മീഡിയാസ് ഉണ്ട്. അതെപ്പോഴും ഇടതുപക്ഷ വിരുദ്ധമാണ് അത്. കാരണം ഇടതുപക്ഷം എപ്പോഴും ഒഴുക്കിനെതിരെ തുഴയുന്ന ഒരു പക്ഷം തന്നെയാണ്. അതിന്റെ ഏത് സങ്കല്പവും, അതിന്റെ ആറ്റിറ്റ്യൂഡ്, അതിന്റെ ആഭിമുഖ്യങ്ങളൊക്കെ ഇന്നത്തെ എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു പാരലായിട്ട് നമുക്ക് അതിനെ എങ്ങനെ കാണാമെന്നൊരു കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ് നമ്മൾ അതിന് ഇടതുപക്ഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു വിശേഷണം നമ്മൾ അർഹിക്കുന്നത്. അപ്പൊ അതിനെ തുരങ്കം വെക്കുക, അതിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം എന്ന് വിശ്വസിക്കുന്ന ഈ മാധ്യമങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചാണ് ചെറിയൊരു പക്ഷമെങ്കിലും ആളുകളും ചലിക്കുന്നത്. അതിനെ നമ്മൾ കാണാതിരുന്നുകൂടാ.